പകുതിവില തട്ടിപ്പിൽ മുഖ്യ സൂത്രധാരൻ അനന്തകൃഷ്ണൻ പങ്കുകച്ചവടക്കാരനായ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തിയിരുന്നു. അതിൽ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടന്റെ പേരുണ്ടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഡീൻ കുര്യാക്കോസ് 45 ലക്ഷം, മാത്യു കുഴൽനാടൻ 7 ലക്ഷം എന്നിങ്ങനെയാണ് പുറത്തുവിട്ട പ്രധാന മൊഴികളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 7 ലക്ഷം പോയിട്ട് 7 രൂപ പോലും താൻ വാങ്ങിയിട്ടില്ല എന്നും തന്റെ കൈകൾ പരിശുദ്ധമാണെന്നുമാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അത് സംബന്ധിച്ച് ഒരു വാർത്താ ചാനലിന് നൽകിയ ഓഡിയോ സംഭാഷണമാണിപ്പോൾ വൈറലായി മാറുന്നത്. പിന്നീട് ഇതേ വിഷയത്തിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം കൂടി വിളിക്കുകയുണ്ടായി. ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. ഞാൻ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ഇന്നുവരെ എന്റെ ലൈഫിൽ ഒരു ഇടപാട് ഒരു കൂടിക്കാഴ്ച സംഭവം ഉണ്ടായിട്ടില്ല. 7 ലക്ഷം രൂപയല്ല, 7 രൂപ എനിക്കോ ഞാനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപാടിലോ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രൈമ ഫേസ് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. മോറ്റർ ടൗൺ ഹാളിൽ വെച്ച് ഒരു പൊതുപരിപാടി നടക്കുന്നതെന്നും ആളുകൾക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നും MLA എന്നാലും നിങ്ങൾ അവിടെ വരെ വരണമെന്ന് പറഞ്ഞാൽ നാച്ചുറലി തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ ടൗൺ ഹാളിൽ കൂടെ കയറി മോൻ കാണിച്ച് ആ പരിപാടിയിൽ വരവ് വെച്ചിട്ട് പോയി. സത്യമാണത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതിന് ഞാൻ പ്രതികരണം ഞാൻ കൊടുത്തു. 7 ലക്ഷം രൂപ പോയിട്ട് ഒരു 7000 രൂപയോ 700 രൂപയോ 70 രൂപയോ 7 രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതല്ല. ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തനം ഏകദേശം 10-25-30 വർഷത്തോളം അടുക്കുന്നതാണ്. നാളിതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തെ നിങ്ങളെ പത്രക്കാരെ മാധ്യമങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജേർണലിസ്റ്റ് എന്ന പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ എത്തിക്സ്, മിനിമം എത്തിക്സ് നിങ്ങൾ കാണിക്കും എന്നതുകൊണ്ടാണ് നമ്മളെ എതിർക്കുന്ന, നമ്മളെ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഞാൻ അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എൻ്റെ നേച്ചറിൽ പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഞാനിതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. അതുകൂടാതെ അയാളുടെ ഹയറപ്സിലുള്ള ആൾ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു. ദ കാറ്റഗോറിക്കലി ടോൾഡ് മീ ദാറ്റ് ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിൻ്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല. ഏറ്റവും അതിൻ്റെ ഉന്നതനായിട്ട് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സർ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് ടു ആസ്ക് യു. ഇപ്പം നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദേ കൺഫേം ദാറ്റ്